അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ മൗനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശതകോടികളുടെ കൊള്ള തെളിവ് സഹിതം പുറത്തുവന്ന് 4 ആഴ്ച പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. വിശ്വാസികൾ നൽകിയ കോടികൾ വിലമതിക്കുന്ന കാണിക്കയും സംഭാവനകളും കൊള്ളയടിച്ച ട്രസ്റ്റിന് രൂപം നൽകിയത് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. വിവരങ്ങളുമായി ഫെമിന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫെമിന, ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു ട്രസ്റ്റിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രൂപം കൊള്ളുമ്പോൾ എടുത്ത ഒരു സ്വാഭാവികമായ ഉത്തരവാദിത്തമുണ്ട്. അതായത് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി യാതൊരുവിധ അഴിമതിയും നടക്കില്ല. കാരണം പൂർണ്ണ ഉത്തരവാദിത്തം ഈ പ്രധാനമന്ത്രി ഓഫീസ് രൂപം നൽകിയ ട്രസ്റ്റിനാണെന്ന്. നോക്കൂ, ആ ട്രസ്റ്റ് തന്നെ ഇപ്പോൾ സംശയത്തിന് നിഴലിലാണ്, പ്രതിപട്ടികയിലാണ്. അത് ഏറ്റവും പ്രധാനികൾ രാജിവെച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ള വളരെ വലിയ തരത്തിൽ നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തോട് പ്രതികരിക്കുകയേ ചെയ്യുന്നില്ല പ്രധാനമന്ത്രി. എത്ര വലിയ വിരോധാഭാസമാണ് നമ്മൾ കേന്ദ്രത്തിൽ കാണുന്നത്, അല്ലേ? അതെ, തീർച്ചയായും ശതകോടികളുടെ അഴിമതിയാണ് ഇത്തരത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. എന്നാൽ ഈ ക്ഷേത്ര ടെസ്റ്റിന് അല്ലെങ്കിൽ ഈ ക്ഷേത്ര ടെസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് അനുമതി അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. നമുക്കറിയാം അയോധ്യ രാമക്ഷേത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളതൊക്കെ. ബാബറി മസ്ജിദ് തകർത്ത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലേക്കൊക്കെ വരുമ്പോൾ 2019 അതിന് ആസ്പദമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു ക്ഷേത്ര ട്രസ്റ്റ് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ നേരിട്ടാണ് ഇത്തരത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോയത്. അതിനുശേഷം ഈ ക്ഷേത്ര ട്രസ്റ്റിലേക്ക് വന്ന സംഭാവനകൾ, അതിൽ വ്യക്തമായിട്ടുള്ള കണക്കുകളില്ല. അതിലാണ് ഇത്തരത്തിൽ വലിയ ഒരു സാമ്പത്തിക ക്രമക്കേട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന സംഭാവനകൾ, അതുപോലെ തന്നെ കാണിക്കകളൊക്കെ കോടീശ്വരന്മാർ മുതൽ സാധാരണക്കാർ വരെയുള്ള വിശ്വാസികൾ ഈ ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകളാണ്. ഇത്തരത്തിൽ അഴിമതിയിലൂടെ ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളവർ തന്നെ ഇത്തരത്തിൽ ഈ കാണിക്കകളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 8 പേരുടെ അറസ്റ്റാണ് UP സർക്കാർ പ്രത്യേകമായിട്ട് നിയോഗിച്ച SIT ടീം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 8 പേർ എന്ന് പറയുന്നത് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള ചമ്പത് റായിയുടെ അനുയായിയും അതുപോലെ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് അംഗമായിട്ടുള്ള അനിൽ മിശ്രയുടെ ബന്ധുക്കളുമൊക്കെയാണ് ഈ 8 പേർ എന്നുള്ളത്. ഈ 8 പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇതിൽ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത് റായിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് UP സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രവും ശ്രമിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം ശക്തമാണ്. വ്യക്തമാണ് ഫെമിന.